നിറയെ പൂക്കളല്ലാതെ വേറെന്താ ഉണ്ടാവുക? ഇത്ര ഭംഗിയുള്ള ചെടികൾ ഞാൻ ഇതുവരെ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത്രയും ചെടികൾ നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടായിരുന്നെങ്കിലോ എന്ത് ഭംഗിയായിരിക്കുംല്ലേ. കണ്ടിട്ട് തന്നെ കൊതിയാവണു. പോകുമ്പോ ഇതിന്ന് കുറച്ച് കമ്പെടുക്കണം. ഇതിന്ന് കമ്പൊന്നും എടുക്കാൻ പറ്റൂല. ആരെങ്കിലും ചെടി മോഷ്ടിക്കുണ്ടോ നോക്കാൻ വേണ്ടിട്ട് അവിടെ സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങൾ അയാളോട് പോയി ചോദിച്ചിട്ട് 4 കമ്പ് വാങ്ങിട്ട് വാ. പിന്നെ അയാൾ അവിടെ കമ്പ് തരാതിരിക്കല്ല നിനക്ക്. ചെടിയിൽ തൊടരുത് ഉള്ള ബോർഡ് നീ അവിടെ കണ്ടില്ലേ? ആർക്കും കൊടുക്കൂലെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും ചെടികൾ ഇവിടെ വെച്ചിട്ടുള്ളത്? ഇത് നിങ്ങളെ പോലത്തെ പെണ്ണുങ്ങൾക്ക് ചെടി മോഷ്ടിക്കാനുള്ള സ്ഥലമല്ല. പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നത്? ഗാർഡനിക്ക് വന്നിക്കണ ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാനും ഫോട്ടോ എടുക്കാനുമാണ്, അല്ലാതെ ചെടി കക്കാനല്ല. എന്റെ കുഞ്ഞിപ്പാത്തോ, നിന്റെ തറ സ്വഭാവം ഒന്ന് മാറ്റിക്കൂടെ? നിങ്ങളെ സ്വഭാവത്തിനെ കുറിച്ച് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഇവിടെ നിന്ന് നല്ല കൂടാതെ നമ്മളെ വീടല്ല, ഇങ്ങോട്ട് നമ്മൾ ടൂർ വന്നതാണ്. എടാ മജീദേ, നീ എന്റെ കുറച്ച് അടിപൊളി ഫോട്ടോസ് എടുത്ത് താട്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ ഒരു പൂതി. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, കുറച്ച് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടണം. കുടുംബശ്രീത്തെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് കാണട്ടെ, പ്രത്യേകിച്ച് അരമണി. അങ്ങോട്ട് പോയി ഫോട്ടോ എടുത്തരാ. പിന്നെ എടാ ചക്ക, നന്നായി ഫോട്ടോ എടുക്കണം. നിന്നെ കണ്ട പൂക്കളുടെ ഇടയിൽ ഒരു മാലാക നിക്കണ പോലെ തോന്നണം. മാലകട പോലെയല്ല, വടക്ഷിട പോലെയൊക്കെ തോന്നുന്നത്. നിങ്ങളെ കണ്ടൊക്കെ ഒരു കാട്ടുപോത്തിനെ ഓർമ്മ വരുന്നത്. ഇങ്ങനെ ചിരിച്ചാ മതിയോ? ഓക്കെ, അടുത്ത ഫോട്ടോയില് വേറൊരു പോസ് ഇടി. ഓക്കെ. ഇതെന്ത് പോസാണ്? ഇതെന്താ കഥകളിയോ? എന്നാ ഞാൻ വേറൊരു പോസ് ഇടാം. എന്താ ഇന്റെ പോസിനൊരു കുഴപ്പം? നിങ്ങൾക്കൊന്നും ഇപ്പത്തെ ട്രെൻഡ് അറിയില്ല. ഇതൊക്കെയാണല്ലോ ഇപ്പത്തെ ട്രെൻഡ്. എന്റെ കയ്യില് വേറെയും പോസുകളുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്നും ഇവിടെ കാണിക്കരുതേ.